നമസ്കാരം. E4 എലിഫന്റിന്റെ അരങ്ങിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആനക്കാര്യം എന്നൊരു ചൊല്ല് തന്നെയുണ്ട് മലയാളത്തിൽ. ചെറുതല്ലാത്ത കാര്യങ്ങളെ വിശേഷിപ്പിക്കാനാണ് ഈ ചൊല്ല് പൊതുവെ ഉപയോഗിക്കുന്നത്. ചൊല്ലിനുള്ളിലെ വലിപ്പം പോലെ തന്നെയാണ് എല്ലാ ആനക്കാര്യങ്ങളും. വീട്ടിലൊരു നായയെ വളർത്തുന്നത് പോലെ ലാഘവത്തോടെ വളർത്തുവാനാകില്ല ആനയെ. ഒരു പശുവിനെ പരിപാലിക്കുന്നത് പോലെ ആനയെ പരിപാലിക്കാനാവില്ല. ചുരുക്കത്തിൽ ലാഘവമുള്ള ഒരു കൗതുകമോ ഹോബിയോ അല്ല ആനയെ വളർത്തുന്നത്. അതിനൊരു ജന്മവാസന വേണം. അരുണിമ പാർത്ഥസാരഥി എന്ന പാർത്ഥന്റെ പറഞ്ഞു തീരാത്ത വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത്. രാജസ്ഥാനിലെ രാജകീയവാസവും രാജ്യ തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥത്തിലെ നരകയാതനകളും കഴിഞ്ഞ് വില്ലാളി വീരനായ പാർത്ഥന്റെ നാമധേയത്തിൽ കേരളത്തിലേക്ക് വന്ന ഇവനെ ഈ മണ്ണും ഇവിടുത്തെ ആനപ്രേമികളും നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിച്ചത്. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ 4-5 വർഷങ്ങൾ കൊണ്ട് ഒരാനയ്ക്ക് ഇക്കാണുന്ന തലയെടുപ്പും ഗാംഭീര്യവുമെല്ലാം നേടുവാനാകുമോ? ആരും സമ്മതിക്കുന്ന ഒരു സത്യമാണിത്. എന്തെല്ലാം വീമ്പുകൾ പറഞ്ഞാലും എത്രയൊക്കെ ഉന്നത പദവികളിൽ എത്തിയാലും മലയാളി ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു നാടൻ മട്ടുണ്ട്. ഇംഗ്ലീഷും ഫ്രഞ്ചും ലാറ്റിനും ജർമ്മനും ഒക്കെ സംസാരിക്കുമ്പോൾ തന്നെ ആ ഒളിപ്പിച്ചു പിടിച്ച പൂച്ച മുണ്ടും മടക്കി കുത്തി പുറത്തു ചാടും. കുറച്ചുനാൾ ഈ മണ്ണിൽ വന്ന് പാർത്തു കഴിഞ്ഞാൽ ഏത് അമേരിക്കൻ പ്രസിഡന്റും ഇതൊക്കെ ശീലിക്കും. മലയാളി മണ്ണിന്റെ അത്തരം ശീലങ്ങൾ വളരെ നിഷ്കളങ്കതയോടെ കുറഞ്ഞ കാലം കൊണ്ട് സ്വായത്തമാക്കിയിരിക്കുകയാണ് ഈ മറുനാട്ടുകാരൻ. 4 പേർ ഒന്നിച്ചു കൂടുന്ന കവലയിൽ നിന്ന് 4 വർത്തമാനം പറയാനും പറയുന്നത് കേൾക്കാനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ നാട്ടിടവഴികളിലൂടെയും കായൽക്കരയിലൂടെയുമെല്ലാം ഇങ്ങനെ നടക്കുവാനും ഇവന് വലിയ ഇഷ്ടമാണ്. മുത്തുമണികൾ വാരി വിതറിയതുപോലെ പദഗിരിയുള്ള കാതുകൾ ഇങ്ങനെ വീശി വീശി നിൽക്കുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം തന്നെ പാർത്ഥനുണ്ട്. ഇതിനിടയിൽ അക്കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ പണിക്ക് പിന്നിൽ ചെറിയ ഒരു നമ്പർ ഉണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നാട്ടിൻപുറത്തുകാരനായ മലയാളിയുടെ എല്ലാ ഗുണവും ഇവൻ സ്വായത്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നത്. കണ്ടില്ലേ, പറഞ്ഞു തീർന്നില്ല. ഒന്നും അറിയാത്ത മട്ടിൽ നിന്ന് ആഞ്ഞങ്ങനെ മുറം പോലുള്ള ചെവികൾ വീശുകയാണ്. രസം എന്താണെന്നല്ലേ, ചെവിക്ക് പിന്നിൽ തറച്ചിട്ടുള്ള മൈക്രോ ചിപ്പ് 4 പേര് കാണണം, ശ്രദ്ധിക്കണം. അതെന്താണെന്ന് കൗതുകപൂർവ്വം തിരക്കണം. പാവം പാർത്ഥൻ, കേരളീയരെ കുറിച്ച് ഇവന് എന്തറിയാം? നമ്മളുണ്ടോ തിരക്കുന്നു? അങ്ങനെയൊക്കെ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് പോയില്ലേ? ഡൽഹിയിൽ നിന്നും പോരുമ്പോൾ തന്നെ ഇവന്റെ കാതിൽ മൈക്രോ ചിപ്പ് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഇന്ന് ആനകളിൽ മൈക്രോ ചിപ്പ് ഘടിപ്പിക്കുന്നത് സർവ്വവ്യാപകമാണെങ്കിലും അന്ന് ഇതുമായി കേരളത്തിൽ വരുന്ന ആദ്യത്തെ ആന ഇവൻ തന്നെ. അതിന്റെ ക്രെഡിറ്റ് ആരും തന്നെ സമ്മതിച്ചില്ലെങ്കിലും പാർത്ഥൻ സ്വയം ഏറ്റെടുക്കുകയാണ്. ഈ ചെവിയിളക്കം അതൊന്ന് ഉറപ്പിക്കലാണെന്ന് കളിയാക്കിയാലും വിഷമമില്ല, ഉള്ളതാണല്ലോ അത്. പൊക്കം കൊണ്ട് വളരെ പ്രത്യേകതകളുള്ള തെക്കൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരാനയാണ് പാർത്ഥൻ. ഇവൻ്റെ സ്വഭാവം വളരെ വിശേഷപ്പെട്ടതാണ്. മനുഷ്യരോട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ചരിത്രം തന്നെ ഇതിനില്ല. മതപ്പാടിലും ഏത് ആൾക്കാർക്കും ഇതിൻ്റെ അടുത്ത് വരാം എന്നുള്ളത് പാർത്ഥൻ്റെ ഒരു സ്വഭാവ വൈശിഷ്ട്യമാണ്. ഇവിടെ വരുമ്പോൾ ആനയുടെ ശരീരം ഇത്രയും വലിപ്പത്തിലല്ലായിരുന്നു. അടുത്ത കാലത്തായിട്ട് ആന നല്ലതുപോലെ ശരീരം വിൽക്കുകയും പൂരപ്പറമ്പുകളിൽ ഒരു പ്രത്യേക
ഐഡൻറ്റിറ്റി പാർത്ഥന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ആനകളുടെ കൂട്ടത്തിൽ കിടപിടിക്കത്തക്ക രീതിയിൽ പാർത്ഥൻ ഇന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ടൊരു വരും തലമുറയിൽ ഏറ്റവും നല്ല രീതിയിൽ കൊല്ലത്ത് ഉള്ളതിലും ഇന്ന് തെക്കൻ കേരളത്തിലുള്ളതിൽ ഏറ്റവും നല്ലൊരു ആനയായി മാറുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതാണ് ഈ ആനയെക്കുറിച്ച് ഇനി വരും ഭാവിയുള്ള ആനയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ ആന കഴിഞ്ഞ കേരളത്തിലെ തന്നെ മികച്ച ആനകളുമായി തലപ്പൊക്ക മത്സരത്തിൽ തന്നെ 1-2-3 തവണ വളരെ പ്രശസ്തമായ മത്സരങ്ങളിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം ഭാഗങ്ങളിലുള്ള മിക്കവാറുമുള്ള ഉത്സവ ചടങ്ങുകളിൽ ഇപ്പോൾ സ്ഥിരം ക്ഷണിതാവാണ്. ഇന്ന് പാർത്ഥൻ കുട്ടംകുളം അർജുനനോടൊപ്പം തലപ്പൊക്കത്തിൽ ഒപ്പം നിൽക്കും. പുറ്റിങ്ങൽ അമ്പലത്തിൽ കഴിഞ്ഞ വർഷം ഭഗവാന്റെ തിടമ്പെടുക്കുവാൻ ആനകൾക്കിടയിൽ കമ്മിറ്റിക്കാർ ഒരു തലപ്പൊക്ക മത്സരം നടത്തി. ആരെയും അതിശയിപ്പിക്കുന്ന മട്ടിൽ മസ്തകം ഉയർത്തിപ്പിടിച്ചു നിന്ന് പാർത്ഥൻ മത്സരത്തിൽ ഒന്നാമനായിട്ടെത്തി. ഭഗവാന്റെ തിടമ്പ് ഭക്തിയോടെ ശിരസിലേറ്റി. കേരളത്തിലെ പാപ്പാന്മാർക്കിടയിലുള്ള മദ്യസേവ കാരണം ചില്ലറ പൊല്ലാപ്പുകളിലെല്ലാം ചെന്ന് വീണിട്ടുമുണ്ട് ഈ പാർത്ഥൻ. മനുഷ്യർ ഒരു വല്ലാത്ത സാധനം തന്നെ. അങ്ങനെ ഇവൻ പലപ്പോഴും പറയാറുള്ളത് ഇത്തരം കോമാളിക്കളികളിൽ ചെന്ന് അറിഞ്ഞും അറിയാതെയും വീണിട്ടുള്ളതുകൊണ്ടാണ്. യജമാനനെ അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളതാണ് പാർത്ഥന്റെ രീതി. അതിൽ വലിപ്പച്ചെറുപ്പങ്ങളൊന്നുമില്ല. ഇന്ന് വരെ ഒപ്പം നിന്നിട്ടുള്ള പാപ്പാന്മാർക്കെല്ലാം ഇവനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുവാനുള്ളൂ എന്ന കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ. പാപ്പാന്മാരുടെ ഷാപ്പ് വാസം അല്പം കടുപ്പപ്പെട്ട സംഗതിയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ മുടിഞ്ഞ സ്വഭാവത്തിനോട് ഇടഞ്ഞിട്ടുള്ളവരുടെ വലിയൊരു നിര തന്നെയുണ്ട്. ഒരു അന്വേഷണം നടത്തിയാൽ അത് ബോധ്യമാവും. ഈ പാവം പാർത്ഥന് അതൊന്നും അറിയില്ല. കുടിച്ച് തലയും കുത്തി വരുന്നവന്റെ അഭ്യാസങ്ങൾക്ക് മുന്നിൽ അല്പം ഒന്ന് ഒതുങ്ങിക്കൊടുക്കും. വിവരമുള്ളവർ അങ്ങനെ വിവേകത്തോടുകൂടി വേണം പെരുമാറാനെന്ന് ഇവനറിയാം. ചിലർ ഷാപ്പിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ചുറ്റുമുള്ള എല്ലാ സംഗതികളും മറക്കും. എന്തു പറയാൻ, ഇങ്ങനെ ഒരാൾ പുറത്ത് കാത്തു നിൽക്കുകയാണെന്ന് പോലും മറന്നുപോകും. ക്ഷമയുടെ അവസാനത്തെ പടിയും ചവിട്ടിപ്പിക്കുന്ന ഒരിടപാടാണത്. സംഗതി 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്. പാപ്പാൻ ഇന്നുള്ള ചങ്ങാതിയല്ല. ഷാപ്പ് വാസത്തിൽ അല്പം വാസന കൂടുതലുള്ള കക്ഷിയാണ്. അന്നത്തെ ദിവസം പുള്ളിക്കാരനോടൊപ്പം 4-5 വയസ്സുള്ള മകനും ഉണ്ടായിരുന്നു. അവനെ പാർത്ഥന് നേരത്തെ അറിയാം. കുട്ടിയാണെങ്കിലും പാർത്ഥൻ അവൻ പറയുന്നതും കേൾക്കും. ഇഷ്ടം കൂടാൻ വന്നാൽ ഒപ്പം ചേരും. അതിനൊന്നും ഒരു മടിയുമില്ല. എഴുന്നള്ളത്തിനായി അമ്പലത്തിലേക്ക് പുലർച്ചെ തിരിക്കുമ്പോൾ പാർത്ഥന്റെ മനസ്സിൽ ഒരാശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് ഇയാൾ എന്തായാലും മൂക്കുമുട്ട കുടിക്കില്ല. മകൻ കൂടെ ഉണ്ടല്ലോ. കുറച്ചു ദൂരം ചെന്നപ്പോൾ മനസ്സിലായി അതൊന്നും വലിയ പ്രതീക്ഷകളൊന്നും വേണ്ടെന്ന്. മകനായാലെന്ത്, അച്ഛനായാലെന്ത്, ഒപ്പം സാക്ഷാൽ ദൈവമാണെങ്കിൽ പോലും മദ്യപാനം ശീലിച്ചിട്ടുണ്ടോ അവർ ഷാപ്പിൽ കയറും. അത് തന്നെ സംഭവിക്കുകയും ചെയ്യും. വൈകുന്നേരത്തിന് മുന്നേ അമ്പലത്തിലെത്താം എന്നേറ്റിരുന്നതാണ്. സമയം പടപടാന്ന് കൊഴിഞ്ഞു വീഴുന്നതൊന്നും അകത്ത് കുഴഞ്ഞിരിക്കുന്ന ആൾ അറിയുന്നില്ല. മകനെയും അയാൾ അകത്തേക്ക് വിളിച്ചിരുത്തിയിട്ടുണ്ട്. വിവരദോഷി എന്നല്ലാതെ എന്തോന്ന് പറയാൻ. ഇയാളല്ലാതെ ആരെങ്കിലും കുട്ടികളെ ഷാപ്പിനുള്ളിൽ ഒപ്പം ഇരുത്തുമോ? കമ്മിറ്റിക്കാരുടെ കയ്യിൽ നിന്നും അടി വാങ്ങുവാനുള്ള എല്ലാ കോപ്പും പാപ്പാൻ ഒരുക്കുകയാണെന്ന് പാർത്ഥന് മനസ്സിലായി. എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയിരുന്നെങ്കിൽ ഇയാളെയും കൊണ്ട് പോകാമായിരുന്നു എന്ന് പാർത്ഥൻ വെറുതെ ഷാപ്പിന് പുറത്ത് ഓർത്തുകൊണ്ട് നിന്നു. അപ്പോഴാണ് ഉള്ളിൽ നിന്നും അയാളുടെ മകൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അച്ഛൻ ഇപ്പോഴൊന്നും കെട്ടിറങ്ങി എണീക്കുന്ന മട്ടില്ലെന്ന് ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോൾ പാർത്ഥന് മനസ്സിലായി. ഷാപ്പിൽ നിന്നും പുറത്തിറങ്ങി നടക്കുവാൻ തുടങ്ങിയ കുട്ടിയുടെ പിന്നാലെ പാർത്ഥന നടക്കുവാൻ തുടങ്ങി. നാട്ടുകാരെല്ലാം സാഗൂതം നോക്കി. പാർത്ഥന അതൊന്നും ഗൗനിച്ചില്ല. കുട്ടിക്ക് തന്റെ പിന്നാലെ ആന കൂടിയത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. അവൻ കണ്ട വഴികളിലൂടെയെല്ലാം നടന്നു. പാർത്ഥന ഉത്സാഹമായി. ഇവനും വിട്ടില്ല. കുട്ടി നടന്ന ഇടവഴികളിലെല്ലാം ഇവനും ചെന്നു. നിന്നിടത്തെല്ലാം നിന്നു. വഴിയിൽ ഒരിടത്ത് വെച്ച് കുട്ടി ഒരു കടയിലേക്ക് കയറി. എന്തോന്ന് പറയാൻ, പാർത്ഥനും ആ കൊച്ചു കടയിലേക്ക് ഞെരുങ്ങി കയറുവാൻ ശ്രമിച്ചു. പോരെ പൂരം.
ആൾക്കാർ ഓടിക്കൂടി. കുട്ടിയും അത് കണ്ട് ഭയന്നു. പാപ്പാനെ നാട്ടുകാർ അന്വേഷിച്ചു. സംഗതി കൈവിട്ടു എന്ന് മനസ്സിലായ പാർത്ഥൻ ഒരു ചുള്ളിക്കമ്പ് പോലും അനക്കി ആരെയും പ്രകോപിപ്പിച്ചില്ല. കേട്ടറിഞ്ഞ് മയ്യനാട്ട് നിന്നും അരുൺ എത്തുന്നതുവരെ ശാന്തനായി അവിടെ തന്നെ നിന്നു. പാർത്ഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പാർത്ഥ നമ്മുടെ വീട്ടിൽ വന്നിട്ട് 8 വർഷത്തോളമാവുന്നു. ഈ 8 വർഷമായിട്ട് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് പാർത്ഥൻ. പിന്നെ പാർത്ഥനെ കുറിച്ച് ഈ നാട്ടിലെല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ്. സീസണിൽ ഒരു 100ഓളം പരിപാടികൾ ഞാൻ എടുക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ലാലേട്ടൻ്റെ ഏതൊരു പടം റിലീസായാലും പാർത്ഥൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാറുണ്ട്. ലാലേട്ടൻ്റെ 2 സൂപ്പർ ഹിറ്റ് പടങ്ങൾ വിജയിപ്പിച്ചതിൻ്റെ പിന്നിലും പാർത്ഥനാണ്. മോഹൻലാൽ ഫാൻസുകാർക്കെല്ലാം ഏറ്റവും അധികം പ്രിയപ്പെട്ടത് ഒരാന കൂടിയാണിത്. ലാലേട്ടൻ്റെ ഏതൊരു പടത്തിനും റിലീസിങ്ങിനും പാർത്ഥനെ അവരാവശ്യപ്പെടാറുണ്ട്. പിന്നെ ചട്ടക്കാരില്ലാത്തപ്പോൾ പോലും വീട്ടിലുള്ളവർക്കും നമുക്കും എല്ലാം അടുത്ത് ചെല്ലാം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമോ ഇന്നവരാർക്കും പാർത്ഥനെ കുറിച്ചില്ല. സിനിമയിൽ അഭിനയിക്കുന്നതും സിനിമാ പെട്ടി ചുമക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ആരെയും പോലെ പാർത്ഥനും അറിയാം. സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടാണോ സിനിമാ പെട്ടി ചുമക്കുവാൻ പോയതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇവൻ നല്ല ചുട്ട മറുപടി തന്നെ നൽകും. അല്ലെങ്കിലും അസൂയക്കാരില്ലാത്ത നാടാണല്ലോ ഈ കേരളം. പാർത്ഥന് സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹം വല്ലാതെയുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള പല കൊമ്പന്മാരെയും പലയിടത്ത് വെച്ചും പരിചയപ്പെട്ടിട്ടുണ്ട്. ചിലരുടെ സിനിമകൾ കണ്ടിട്ടുമുണ്ട്. ഇവിടെ ഇപ്പോൾ വിഷയം സിനിമാ പെട്ടി ചുമന്നതാണ്. ഈ കളിയാക്കുവാൻ വരുന്നവർക്കറിയാമോ ആരുടെ സിനിമാ പെട്ടിയാണ് ചുമന്നതെന്ന്? എല്ലാവർക്കും അറിയാം. സാക്ഷാൽ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ഹലോ, പ്രമാണി എന്നീ ചിത്രങ്ങളുടെ ഫസ്റ്റ് പ്രിന്റും ചുമന്നുകൊണ്ടാണ് ഇവൻ സിനിമാ തിയേറ്ററിലേക്ക് പോയത്. എന്തൊരു ആർപ്പുവിളിയായിരുന്നു അന്ന്. അത് കണ്ടവർക്ക് ഒട്ടും സഹിക്കില്ല, തീർച്ച. ഫാൻസ് അസോസിയേഷൻകാരുടെ പ്രത്യേക ക്ഷണപ്രകാരമായിരുന്നു ആ ഭാഗ്യം ലഭിച്ചത്. ഐശ്വര്യമുള്ള ഒരു ആനയെ ഫസ്റ്റ് പ്രിന്റും കൊണ്ട് പോകുവാൻ അന്വേഷിച്ചവർക്ക് പാർത്ഥനിലാണ് വിശ്വാസം വന്നത്. മോഹൻലാലിന്റെ വൻ വിജയം നേടിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഈ 2 ചിത്രങ്ങളും ഇടം നേടുകയും ചെയ്തു. പാർത്ഥൻ ഇന്ന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പ്രിയപ്പെട്ടവനാണ്. കൊല്ലത്ത് ഇനിയും ലാലേട്ടന്റെ ചിത്രങ്ങൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ സംശയം വേണ്ട, ഫസ്റ്റ് പ്രിന്റ് എടുക്കുന്നത് പാർത്ഥനായിരിക്കും. കൊല്ലം ജില്ലയിലെ മയ്യനാട്ടുള്ള കരിക്കത്തഴിയം തറവാട് ഇന്ന് പാർത്ഥസാരഥിയുടെ പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. പണ്ട് മുതലേ ബിസിനസ് രംഗത്ത് പേരും പെരുമയും നേടിയിട്ടുള്ള ഇവർക്ക് ഒരാനയെ വാങ്ങുവാനുള്ള പ്രചോദനം നൽകിയത് പ്രമുഖ ആന മുതലാളിയും കേരളത്തിലെ എണ്ണം പറഞ്ഞ ആനകളെ വളർത്തുകയും മോഹിച്ചു വന്നവർക്കെല്ലാം അവയെ നൽകുകയും ചെയ്തിട്ടുള്ള ശ്രീ ആതിര രവിയാണ്. കൊല്ലത്തെ പ്രമുഖനായ ആതിര രവിയുടെ ബന്ധു കൂടിയാണ് കരിക്കത്തഴിയത്ത് തറവാട്ടിലെ രാജു. ഒരാനയെ ആദ്യമായി വാങ്ങുവാൻ രാജു പോകുന്നത് ആതിര വീട്ടിലേക്കായിരുന്നു. ആതിര രാജശേഖരനും വൈക്കം വേണുഗോപാലും അറപ്പൂക്കര അനന്തപത്മനാഭനും ഇടക്കുന്നി രാജേന്ദ്രനുമെല്ലാം സർവ അലങ്കാരത്തോടെ വിലസി നിന്നിട്ടുള്ള ആതിര വീട്ടിൽ നിന്നും പക്ഷേ രാജുവിന് ആനയെ വാങ്ങുവാനായില്ല. ഒരുപക്ഷെ പാർത്ഥന് ഈ വീട്ടിൽ വന്നു ചേരാനുള്ള യോഗം ശേഷിക്കുന്നതുകൊണ്ടാകണം അന്ന് ആ ശ്രമം വിജയിക്കാതിരുന്നത്. ആറ്റുനോറ്റ് കാത്തിരുന്ന് അങ്ങനെ ലഭിച്ച പാർത്ഥനെ ഇവർ കൂപ്പിലെ പണിക്കൊന്നും വിടാറില്ല. ഒരിക്കൽ റബ്ബർ തടി പിടിക്കുവാൻ പോയ പാർത്ഥൻ അവിടെ നിന്നും ആവശ്യത്തിലേറെ ഇല കഴിച്ചു. റബ്ബർ മരത്തിന്റെ ഇലയിലുള്ള മധുരം പാർത്ഥനെ കൂടുതൽ ഇല കഴിക്കുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ആ തീറ്റ ശരീരത്തിൽ കുറച്ച് കുഴപ്പം ചെയ്തു. അതോടെ പാർത്ഥനെ പുറംപണിക്ക് വിടുന്ന പരിപാടി വീട്ടുകാർ മതിയാക്കി. അമ്പലങ്ങളിൽ പോവുക, ഉത്സവം ഭംഗിയാക്കുക, വീട്ടിലേക്ക് മടങ്ങുക, ഇതാണ് ഇപ്പോഴിവന്റെ ചിട്ട. ഇപ്പോൾ ഇവിടെ തെക്കൻ കേരളത്തിൽ ഉള്ള ആനകളുടെ കൂട്ടത്തിൽ ഏതൊരു ആനയുടെ കൂടെയും മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ, തലയുയർത്തി നിൽക്കാനുള്ള ആ ഒരു യാഥാർത്ഥ്യം ഇന്ന് ഉള്ളതുകൊണ്ടാണ് ഈ ആനയെ ഞാൻ ഒരു കാരണവശാലും കൊടുക്കാൻ ഉദ്ദേശിക്കാതെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്. ആനയെ ഞാൻ പണിക്ക് വിടത്തില്ല, ചികിത്സയെല്ലാം ഇവിടെ വീട്ടിൽ നിർത്തി തന്നെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഇന്ന് വരെ ഒരു കാലഘട്ടത്തിൽ മാത്രമേ ഞാൻ ആനയെ പണിക്ക് വിട്ടുള്ളത്.
പണിക്ക് അതുകൊണ്ട് പണിക്കൊന്നും ഞാൻ ഇപ്പോൾ വിടത്തില്ല. ആന ഇപ്പം തന്നെ നീരായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നീരിൻ്റെ ലക്ഷണമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചിങ്ങമാസം ആകുമ്പോഴത്തേക്ക് മിക്കവാറും പൂർണ്ണ നീരിലെത്തും. നമുക്ക് മറ്റുള്ള രീതിയിൽ ഇപ്പം നമുക്ക് ആന വീട്ടിൽ നിൽക്കുമെന്ന് പറഞ്ഞോ മറ്റുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ ആഹാരം വേണമെങ്കിൽ മുമ്പിൽ തീറ്റയില്ലെങ്കിൽ വിളിച്ചു മേടിച്ചോളും. ആർക്കും അങ്ങോട്ട് ആനയ്ക്ക് തീറ്റ കൊടുക്കാതെ എങ്ങും പോകാൻ പറ്റത്തില്ല. അത് ചോദിച്ചു മേടിച്ചോളും. അത് ഈ പരിസരവാസികൾക്കെല്ലാം അറിയാം. അത് പിന്നെ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഓല തന്നെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഓടിച്ച് മാറ്റി 2 സൈഡിലോട്ടങ്ങ് വെക്കും. വെച്ച് അയാൾക്ക് നല്ല രീതിയിൽ ആഹാരം കൊടുത്തല്ലാതെ അയാൾ ഒതുങ്ങത്തില്ല. പാപ്പാന്മാർ ഒരുക്കിയ ഒരു തമാശക്കളി സീരിയസ് ആയി മാറിയതും അടുത്ത കാലത്താണ്. സത്യം പറയാമല്ലോ, ഇവിടെയൊന്നും പാർത്ഥൻ കുറ്റക്കാരനല്ല. പാർത്ഥനെയും കൊണ്ട് പാപ്പാന്മാർ ആറ്റിങ്ങലിനടുത്തുള്ള ഒരു അമ്പലത്തിൽ എഴുന്നള്ളത്തിന് പോയതായിരുന്നു. പോകുന്ന വഴി ഒരു ജുവലറി ഉടമ പാപ്പാനോട് ആനവാൽ ചോദിച്ചു. ആനവാൽ പിഴുതെടുക്കുന്നത് മുടി പിഴുതെടുക്കുന്നത് പോലെ വേദനയുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും എന്തെങ്കിലും ചില്ലറ കിട്ടുവാൻ പല പാപ്പാന്മാരും ഈ പ്രവൃത്തി കാണിക്കാറുണ്ട്. പാപ്പാൻ 2 ആനവാൽ പിഴുത് ആവശ്യക്കാരിക്ക് നൽകി. സ്വന്തം ജുവലറിയുടെ മുന്നിൽ നിൽക്കുകയായിരുന്ന അവർ ആനയെ നോക്കി എന്തോ ഒരു ഫലിതം പറഞ്ഞു. പറഞ്ഞു തീർന്നില്ല. പാർത്ഥൻ വലത്തെ കാൽ വെച്ച് ജുവലറിക്കുള്ളിലേക്ക് കടന്നു. കളി കാര്യമായി. തമാശ സീരിയസ് ആയി. പാർത്ഥനല്ലേ ആള്. ഇവൻ തുമ്പിക്കൈ നീട്ടി ആഭരണങ്ങളിൽ ഒന്നൊന്നായി തൊട്ടു. മഞ്ഞലോഹത്തിന്റെ വില പാർത്ഥൻ അറിയാമോ? ഇവൻ ചിലതിനെ ഊരിയെടുത്തു. എന്തായാലും തിന്നില്ല. അത് ഭാഗ്യമായി. ഒരുവിധം കുഴപ്പങ്ങളൊന്നും വരുത്താതെ പുറത്തിറങ്ങി. ആനവാൽ വാങ്ങിയ ജുവലറി ഉടമയ്ക്ക് മനവും തനുവും നിറഞ്ഞു. എന്താ പോരെ എന്നാണ് പാർത്ഥൻ ചോദിക്കുന്നത്. വരേണ്ടവർ വരുമ്പോൾ നന്നാകേണ്ടവർ നന്നാകും എന്ന പറച്ചിൽ പാർത്ഥനെ സംബന്ധിച്ചിടത്തോളം ശരിയാകുന്നത് പാപ്പാൻ പ്രദീപിന്റെ വരവോടുകൂടിയാണ്. അതുവരെ പാർത്ഥന്റെ നിലവിൽ ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. മസ്തകം പൊങ്ങേണ്ടിടത്ത് കൊമ്പ് മാത്രം ഉയരും. അതൊരഭംഗിയായിരുന്നു. പ്രദീപിന്റെ വരവോടെ കാര്യങ്ങൾ ശരിയായി. പാർത്ഥൻ നീരിലേക്ക് സാവധാനം പ്രവേശിക്കുകയാണ്. കർക്കിടക ചികിത്സ കഴിയുമ്പോൾ അത് പൂർണ്ണമാകും. പിന്നെ ചിങ്ങം മുതൽ വൃശ്ചികം വരെ വിശ്രമകാലം. നീരിലും ഇവൻ ശാന്തനാണ്. എന്നാലും പുറത്തൊന്നും കൊണ്ടുപോകാറില്ല. മയ്യനാട് ശാസ്താവിന്റെ മാനസപുത്രനാണ് പാർത്ഥൻ. പാർത്ഥൻ കഴിഞ്ഞേ ശാസ്താവിന് മറ്റൊരാനയുള്ളൂ. ശാന്തനായ പാർത്ഥനെ തിരക്കിയപ്പോൾ കരിക്കത്തഴിയം തറവാട്ടിലേക്ക് ധാരാളം ഉത്സവ കമ്മിറ്റിക്കാരെത്താറുണ്ട്. തിരുവാഭരണം അണിയിക്കുന്ന ചടങ്ങിൽ പാർത്ഥനെ നിർത്തുവാൻ പല കമ്മിറ്റിക്കാർക്കും 100% വിശ്വാസമാണ്. കാരണം തിരുവാഭരണം അണിഞ്ഞു നിൽക്കുന്ന ആനയ്ക്കരികിൽ ധാരാളം ഭക്തർ കൂടും. ഇവനെപ്പോലുള്ളവർക്കല്ലേ ശാന്തമായി അവരെയെല്ലാം സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതെ, അതാണ് പാർത്ഥൻ. ഇവന്റെ മികച്ച ദിനങ്ങൾ വരുന്നതേയുള്ളൂ. കാലം ചിലതെല്ലാം അതിന്റെ നിഗൂഢമായ അറകളിൽ സൂക്ഷിച്ചു വയ്ക്കും. അവസരങ്ങൾ വരുമ്പോൾ പുറത്തെടുക്കുവാൻ അങ്ങനെ കാത്തുവച്ചിരുന്നതാണ് ഈ പാർത്ഥൻ. E4 എലിഫന്റ് പാർത്ഥന് എല്ലാ മംഗളങ്ങളും നേരുന്നു.